കഴിഞ്ഞ ദിവസം ഞാൻ +2 ലൈവ് എടുക്കുന്ന സമയത്ത് ഒരു കുട്ടി കമൻറ്റ് ചെയ്ത് കണ്ടാണ് സാർ ഇപ്പോൾ പഴയ പോലെ അല്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ള കാര്യമൊന്നും കുട്ടി പറഞ്ഞില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും പ്രശ്നം. 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ എന്നെ കണ്ടവർ ഞാൻ അവിടെ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് ചില്ലടിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ക്ലാസ്സിലൊക്കെ. ഫുൾ തമാശ ടൈപ്പായിരുന്നു. എക്സാമിനെ പറ്റി പറയുമ്പോൾ കോമഡിയാന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലാണ്. പക്ഷേ +1 +2 എത്തിയപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ നിങ്ങളൊരു ചേഞ്ച് കണ്ടിട്ടുണ്ടാകും. പഠിക്കണം, പഠിച്ചില്ലേ തോക്കും, അങ്ങനെ ഒരു പേടിപ്പിക്കൽ മൂഡിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് ഉറപ്പാണ് കുറച്ച് പേർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. ഇയാൾ എന്താ ഒരുമാതിരി നെഗറ്റീവ് എന്നുള്ള രീതിയിൽ. പക്ഷേ അതിലുള്ള മാറ്റം എന്താ അറിയോ? അതിലെ മാറ്റം ഒരു കോൺഷ്യസ് ആയിട്ടുള്ള മാറ്റം ഞാൻ കൊണ്ടുവന്നതാണ്. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ +2ലൊക്കെ സിമ്പിൾ എന്നുള്ള രീതിയിൽ പറയുമായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ കുട്ടികൾ അങ്ങനെ പറയുമ്പോൾ ഒരു ഭയങ്കര ഓവർ കോൺഫിഡൻറ്റോ ഇയാൾ അവസാനം പഠിപ്പിച്ചോളും, ഞങ്ങളത് മാത്രം കണ്ടാൽ മതി, പാസ്സാവുമെന്നൊക്കെ വിചാരിച്ച് പഠിക്കും. പക്ഷേ റിയാലിറ്റി എന്താണ്? ഞാൻ മജീഷ്യൻ ഒന്നുമല്ല. ഞാൻ മാത്രമല്ല, ആരും മജീഷ്യന്മാരല്ല ടീച്ചേഴ്സ്. നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ദിവസം കൊണ്ട് 10ാം ക്ലാസ്സിൽ ചേർന്നു, പക്ഷേ +2 അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ പാസ്സാക്കിപ്പിക്കുകയോ 95% മാർക്ക് വാങ്ങിപ്പിക്കാൻ പറ്റില്ല. അതാണ് +1 +2 10ാം ക്ലാസ്സൊക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസം. ആ വ്യത്യാസം നിങ്ങൾക്ക് നല്ലോണം ഫീൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ റിയാലിറ്റി പോലെ തന്നെ പറയുന്നത്. അപ്പോൾ തോക്കും എന്ന് പറഞ്ഞാൽ തോക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ തോക്കും തന്നെയാണ് പറയാം. അപ്പോൾ ആ റിയാലിറ്റി പറയുമ്പോൾ എനിക്കറിയാം കുറച്ച് പേർക്ക് സങ്കടമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ പറ, ഞാൻ ഇനി അങ്ങോട്ട് ഭയങ്കര ഹാപ്പി സന്തോഷപരമായുള്ള കാര്യങ്ങൾ മാത്രമാണോ പറയേണ്ടത്, അല്ലെങ്കിൽ റിയാലിറ്റി പോലെ പറഞ്ഞ് പഠിക്കാൻ നിങ്ങൾക്ക് അവസാനം ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണോ പറയേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം ഞാൻ കൺസിഡർ ചെയ്യുന്നതായിരിക്കും.